പാർട്ടി 10 വർഷം മുമ്പത്തെ പാർട്ടിയായിരിക്കുന്നു എന്നാണ് ഇടത് ഹാൻഡിലുകൾ ആവേശത്തോടു കൂടി പറയുന്നത്. ഒരു രാഷ്ട്രീയ പ്രശ്നമുണ്ടായാൽ ആവേശത്തോടു കൂടി പ്രതികരിക്കാൻ കഴിയുന്ന, സംഘടനാ സംവിധാനത്തെ വിനിയോഗിക്കാൻ കഴിയുന്ന, തെരുവുകളെ നിശ്ചലമാക്കാൻ കഴിയുന്ന, വിരൽ ചൂണ്ടിയാൽ ഏത് അധികാര കേന്ദ്രങ്ങളും വിറയ്ക്കുന്ന പഴയ പാർട്ടിയുടെ പ്രൗഢിയിലേക്ക് പാർട്ടി തിരികെ എത്തിയിരിക്കുന്നു എന്ന ആത്മവിശ്വാസ പ്രകടനമാണ് സമൂഹ മാധ്യമങ്ങളിലാകെ കാണാൻ കഴിയുന്നത്. പാർട്ടി അങ്ങനെ ആകേണ്ടതുണ്ടോ എന്ന വിഷയം പാർട്ടി ഘടകങ്ങളും പാർട്ടി അണികളും പരിശോധിച്ചെടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെയും ആകണമല്ലോ. ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ ഇ ഡി റെയ്ഡ്, ഇ ഡി എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് എന്നും അത് ഒരു എക്സ്ട്രോഷൻ ഡയറക്ടറേറ്റ് ആണ് എന്നുമുള്ളതൊക്കെയാണ് ഈ പ്രതിപക്ഷ പാർട്ടികളുടെ എപ്പോഴത്തെയും ആരോപണം. ഇപ്പോൾ മഹുവ മൊയ്ത്രയൊക്കെ എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ നിലയ്ക്ക് തന്നെയുള്ള പരിഹാസങ്ങളാണ്. സ്റ്റാലിൻ അടക്കമുള്ള ദേശീയ നേതാക്കൾ എല്ലാവരും പിണറായി വിജയന് നേരായ ഇ ഡി നടപടിയെ വലിയ തോതിൽ വിമർശിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരായ നിലപാട്, പ്രതിപക്ഷ പാർട്ടികൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള നിലപാട്, പ്രതിപക്ഷ പാർട്ടികൾ പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചോ എന്നുള്ളത് ഒരു കൗതുകമാണ്. ഇനിയിപ്പോൾ ഇ ഡി ആ തരത്തിൽ കൂടി പ്രതികരിക്കാം, പ്രവർത്തിക്കാം, അവരുടെ ഒരു സർവീസ് കൂടുതൽ വ്യാപിപ്പിക്കാമെന്ന തീരുമാനമെടുത്തോ എന്നതറിയില്ല. ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട സമയത്ത് പിണറായി വിജയന്റെ മുഖം പതിപ്പിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി വരുന്ന ഫ്ലെക്സ് ബോർഡുകളിൽ ഉണ്ടായ ഒരു വാചകമുണ്ട്: തളർത്താമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നെയാണ് തകർക്കാൻ എന്നുള്ളത്. ഇന്നത്തെയും പ്രതികരണങ്ങളിൽ സമാനമായ വാചകങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. പിണറായി വിജയൻ അവിടെ നിന്ന് ഇറങ്ങി വന്ന് മുഷ്ടി ചുരുട്ടി നിന്നുകൊണ്ട് ഇതൊരു ഇ ഡിയുടെ തുടക്കം മാത്രമാണ് എന്നും ഇതിൽ തളരാനില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. പാർട്ടി 10 വർഷം മുമ്പ് ഉള്ള പ്രതിരോധത്തിന്റെ സ്വഭാവമുള്ള ഈ ഡിഫൻസിൽ കളിക്കുന്ന പരിപാടി നിർത്തി അറ്റാക്ക് ചെയ്ത് കളിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നു.